സ്റ്റുഡൻസ്, വെൽക്കം ടു എ സ്റ്റഡി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കൊമേഴ്സിലെ അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ്, ദ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബേസിക് കോൺസെപ്റ്റുകളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ SA മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ്. തിയറി പാർട്ടാണ് കേട്ടോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ബിഫോർ മൂവിങ് ടു ദി കോൺസെപ്റ്റ്, നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, GAAP എന്ന് പറയും. ഓക്കെ, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അഥവാ GAAP, GAAP ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ്. അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അക്കൗണ്ടിങ് കീപ്പ് ചെയ്യാൻ. ഒരു ഓർഗനൈസേഷൻ ഒരു അക്കൗണ്ടിങ് കീപ്പ് ചെയ്യുമ്പോൾ ഈ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ട് വേണം കീപ്പ് ചെയ്യാൻ. In order to maintain uniformity and consistency in accounting records, certain rules or principles have been developed which are generally accepted by the accounting professions. അപ്പോൾ അക്കൗണ്ടിങ് പ്രൊഫഷനിലുള്ളവർ, അതായത് ഓർഗനൈസേഷൻസ് മൊത്തത്തിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇത് നോർമലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓർഗനൈസേഷനിൽ ഒരു യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. These rules are called by different names. ഈ റൂൾസിന് പല വിധത്തിൽ നെയിംസുകളുണ്ട്. സച്ച് ആസ് പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്, കൺവെൻഷൻ, പോസ്റ്റുലേറ്റ്സ്, അസംഷൻസ് ആൻഡ് മോഡിഫൈയിങ് പ്രിൻസിപ്പിൾ, ഇങ്ങനത്തെ പേരിലൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും GAAP എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനുള്ള റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. ഇത് ഫോളോ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് GAAP ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതിൽ കോൺസെപ്റ്റ് ഓർ അസംഷൻസിൽ വരുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. കൺവെൻഷൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് ഡുവൽ ആസ്പെക്റ്റ്, റിയലൈസേഷൻ, കോസ്റ്റ്, മാച്ചിങ്, ഫുൾ ഡിസ്ക്ലോഷർ, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി, കൺസിസ്റ്റൻസി. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ അണ്ടറിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും ഉണ്ട്. അക്കൗണ്ടിങ് ബോർഡ് തീരുമാനിച്ചിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സും ഉണ്ട്. ഇതാളൊക്കെയാണ് GAPൻ്റെ കോൺസെപ്റ്റിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് ആൻഡ് അസംഷൻസിൽ വരുന്ന ഫസ്റ്റ് കോൺസെപ്റ്റ് ആയിട്ടുള്ള ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സിനെയും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഓണറായിട്ടുള്ള വ്യക്തിയെയും നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ബിസിനസ്സിനെ വേറൊരു എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഓണറായിട്ടുള്ള വ്യക്തിനെ വേറൊരു എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി അസ്യൂംസ് ദാറ്റ് ബിസിനസ് ഹാസ് എ ഡിസ്റ്റിങ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണർ. ഓണറിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ഫോർ ദി പേർപ്പസ് ഓഫ് അക്കൗണ്ടിങ് ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണർ ആർ ടു ബി ട്രീറ്റഡ് ആസ് ടു സെപ്പറേറ്റ് എൻറ്റിറ്റി. അക്കൗണ്ടിങ്ങിൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ്സിനെ വേറെയും അതുപോലെ തന്നെ ഓണറിനെ വേറെയുമായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ബിസിനസ്സിന് വേറെ തന്നെ ഒരു അക്കൗണ്ട് ആയിരിക്കും കീപ്പ് ചെയ്യുക, ഓണർ വേറൊരു അക്കൗണ്ട് ആയിരിക്കും കീപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, keeping this in view, when a person brings in some money as capital into his business, in accounting records it is treated as liability of the business to the owner. അപ്പോൾ എപ്പോഴും ഒരു ബിസിനസ്സിലോട്ട് ക്യാപിറ്റൽ കൊണ്ടുവരാ ഓണർ ആയിട്ടുള്ള വ്യക്തിയാണ് മൂലധനം കൊണ്ടുവരിക. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മൂലധനം കൊണ്ടുവരിക. അപ്പോൾ ആ ഓണർ കൊണ്ടുവരുന്ന ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ലാബിലിറ്റി സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. കാരണം കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഓണറിന് കൊടുക്കേണ്ടി വരും. ഓക്കെ, ബിസിനസ് ക്ലോസ് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ ഓണർ ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പാണ്, ഓണർ അവിടുന്ന് പോവുകയാണ്, പാർട്ട്ണർ അല്ലാണ്ടാവുകയാണ്, അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ ഈ ക്യാപിറ്റൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഈ മൂലധനം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ബിസിനസ്സിനെ വേറെയും അതുപോലെ തന്നെ ഓണറിനെ വേറെയും ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണ് വിചാരിക്കുന്നു. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ വേറൊന്നുമില്ല, സിമ്പിളാണ്. മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങൾ മാത്രം എവിടെ റെക്കോർഡ് ചെയ്താൽ മതി? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്താൽ മതി. വേറെ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ കോൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, ദ കോൺസെപ്റ്റ് ഓഫ് മണി മെഷർമെൻറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഹാപ്പനിങ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്
of money such as sales of goods or payment of expenses or receipt of income etc. are to be recorded in the books of account. അപ്പോൾ എന്താണ് മോണിറ്ററി ബെനിഫിറ്റ് ഉള്ള പൈസ മൂല്യമുള്ള കാര്യങ്ങൾ മാത്രം എവിടെ റെക്കോർഡ് ചെയ്താൽ മതി? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്താൽ മതി. എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താ? സെയിൽസ് ഓഫ് ഗുഡ്സ് വിറ്റയച്ചു. പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ്, എന്തെങ്കിലും ചിലവുകൾ വന്നു അതിന് ക്യാഷ് കൊടുത്തു. റെസിപ്റ്റ് ഓഫ് ഇൻകം, എന്തെങ്കിലും വരവുകളുണ്ടായി, അതൊക്കെയാണ് എവിടെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം. All such transactions or happenings which cannot be expressed in monetary terms, for example, the appointment of a manager, capabilities of its human resources, or creativity of its research department, or imagination of the organization among people in general, do not find a place in the accounting record of a firm. അതായത് മോണിറ്ററി ടേംസിലല്ലാത്തതൊന്നും അക്കൗണ്ട്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, അത് കുറേ കാലം നിലനിൽക്കും എന്നുള്ളൊരു ചിന്തയിലായിരിക്കും ഒരു ഓണർ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും അയാൾ അത് നാളെ പൂട്ടിപ്പോകണം എന്നുള്ളൊരു തീരുമാനത്തിലല്ല സ്റ്റാർട്ട് ചെയ്യുക. കുറേ നാളത് നിലനിൽക്കണം എന്നുള്ള തീരുമാനത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ പറയുന്നത്. The concept of going concern assumes that business firm would continue to carry out its operation indefinitely, that is for a fairly long period of time, and would not be liquidate in the foreseeable future. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു ബിസിനസ് കുറേ നാൾ അതിൻ്റെ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, ഒരു ലിക്വിഡേഷൻ സംഭവിക്കില്ല. അതായത് നമ്മൾ പൂട്ടിപ്പോണ്ട ഒരു അവസ്ഥ വരില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്നത് എന്ന് പറയുന്നത്. ആ തീരുമാനത്തിൽ തുടങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ കടത്തിന് സാധനങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ ഓർഗനൈസേഷൻ നിലനിൽക്കും. അപ്പോൾ കടക്കാർ കടം കുറച്ച് കഴിഞ്ഞാൽ തരും. അല്ലെങ്കിൽ നമ്മൾ കടത്തിന് സാധനം മേടിക്കുന്നത് ഒരു ഉറപ്പിൻ്റെ മേലാണ്. അത് ആ ഓർഗനൈസേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പിൻ്റെ പേരിലാണ് വേറൊരു വ്യക്തി നമുക്ക് കടം തരുന്നതൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കുറച്ച് പെൻഡിങ് ആയിട്ടുള്ള ക്യാഷ് കൊടുക്കാനുണ്ട്, സാലറി കൊടുക്കാനുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ് ആ പെൻഡിങ് വെക്കുക? നമ്മൾ ഓർഗനൈസേഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പിൻ്റെ പേരിലാണ്. അതുപോലെ അപ്പോൾ ഇതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അതായത് ഒരു ബിസിനസ് ഫേം കണ്ടിന്യൂസ് ഇസ് ഓപ്പറേഷൻ ഫോർ എ ഇൻഡെഫിനിറ്റ് പീരിയഡ് എന്നുള്ളതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു സ്പാൻ ഓഫ് ടൈം ഉണ്ട്. ഒരു ടൈം പീരിയഡിനുള്ളിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാനാണ്. അതായത് ഒരു വർഷം എന്ന് പറയുന്നത് ഒരു ടൈം പീരിയഡാണ്. ആ ടൈം പീരിയഡിനുള്ളിലാണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കേണ്ടത്. നോർമലി ഒരു അക്കൗണ്ടിങ് പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുക April 1 to March 31 വരെയാണ്. ആ March 31 ആകുമ്പോഴാണ് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം. അതായത് ആ ടൈം സ്പാൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ് പീരിയഡ് റിഫേഴ്സ് ടു ദി സ്പാൻ ഓഫ് ടൈം അറ്റ് ദി എൻഡ് ഓഫ് വിച്ച് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എൻ എൻ്റർപ്രൈസസ് ആർ to know whether it has earned profit or incurred losses during that period, and what exactly is the position of its asset and liabilities at the end of that period. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ടൈം പീരിയഡിനുള്ളിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഒരു ഇയർലി ഉണ്ടായിട്ടുള്ളത് എന്നറിയാം. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഈ ഒരു റെഗുലർ ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. നോർമലി 1 year ആണ് കേട്ടോ അക്കൗണ്ടിങ് പീരിയഡ് വരിക. അത് സ്റ്റാർട്ട് ചെയ്യണത് April 1 to March 31 ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ അപ്പോൾ നമ്മളുടെ ഗ്യാപ്പ് എന്നുള്ള കോൺസെപ്റ്റിലെ ഫസ്റ്റ് പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് കൺസർവാറ്റിസം എന്നുള്ള കോൺസെപ്റ്റ് നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.